ഹലോ. കഴിഞ്ഞ ദിവസം ലുലു മോളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ സാധനം. എങ്കിൽ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് 2 പാക്കറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചു. ഒരു പാക്കറ്റിൽ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാലയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുവാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ദേ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി അതെല്ലാം കൂടി ഈ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം വെച്ച് മൂടി ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പാക്കറ്റിലുണ്ടായിരുന്നത് ബ്രെഡിങ് മിക്സാണ്. ഞാനത് പാത്രത്തിലോട്ട് എടുത്തിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുവാണ്. ചിക്കനൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു ഡബിൾ ലെയർ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഐസ് വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ആ ബ്രെഡിൻ്റെ മിക്സിൽ മിക്സ് ചെയ്യുവാണ്. പിന്നെ നേരെ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യണം, എങ്കിലേ ചിക്കൻ്റെ അകമൊക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് തട്ടാം. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ KFC ഒക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിച്ച് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ.